മഞ്ചേരിയിൽ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടോ 18 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ? മഞ്ചേരി എന്നല്ല, നമ്മൾ ഈ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ടുള്ളത് എന്നാണ്. എന്താ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒരിക്കലും കെട്ടിക്കൂലാൻ, അത് വെറുതെയാണ്. കാരണം കുറെ വീട്ടിലുണ്ട് പാരന്റ്സ്, നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്ന് ഇത്രയും കാലം വളർത്തിയത് എന്തിനാണ്, നമ്മൾ എന്താ അങ്ങനെ കാട്ടിയത്? ഇത് നമ്മൾ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞാൽ അവർക്ക് തെറ്റാ. അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിന് പറയും ഞങ്ങൾ അന്വേഷിക്കണ്ടല്ലോ, പ്രേമിക്കുമ്പോ നമ്മൾ പോലെ മനസ്സിലാക്കണില്ലേ? അത് ഇവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞാല് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ച് പിറ്റേ ദിവസം ഒരാളുടെ നാട്ടിൽ പോയി അവരെന്തൊക്കെ അന്വേഷിക്കണേ? സാമ്പത്തികം അന്വേഷിക്കുമായിരിക്കും. ഓൾക്ക് നല്ലൊരു വീടുണ്ടോ, ഇപ്പൊ കെട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ, ഒരു ജോലിയുണ്ടോ, പറമ്പുണ്ടോ? നീ ഇപ്പോ കെട്ടിച്ചാൽ വല്ല പെങ്ങന്മാരുണ്ടെങ്കിൽ അത് പറ്റൂല. ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇടക്കുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഏഷ്യാനെറ്റ് എന്ന വൃത്തികെട്ട ചാനൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തുന്ന ഇതുപോലെയുള്ള നെറികെട്ട നാണം കെട്ട പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടി ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിന് പ്രചോദനമായത് എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ വേറെ ഒന്നിലേക്കും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം പുതിയ കാല വിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ കാലത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയുണ്ട്. ലിബറൽ ചിന്തകൾ കുത്തിനിറച്ച റീൽസുകളും സിനിമകളും അതുപോലെ സീരിയലുകളും ശരിക്കും അതിൽ കാണുന്നതാണ് അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നതാണ് റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഈ പ്രിയപ്പെട്ട മോളോട് പറയാനുള്ളത്, കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഭദ്രമായ സുന്ദരമായ ഭാവിക്ക് വേണ്ടി അവർ എടുക്കുന്ന തീരുമാനങ്ങളെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു മോളുടെ അഭിപ്രായം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഗർഭാശയത്തിൽ ജീവൻ്റെ തുടിപ്പായി നിൽക്കുന്ന സമയത്തെ നമ്മൾ ആണാണെന്നോ പെണ്ണാണെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്കെല്ലാം പൂർണ്ണമായ ആരോഗ്യമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒന്നും അറിയാത്ത സാഹചര്യമാണത്. അതായത് ഒരു മനുഷ്യരൂപമാണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം, വെറും ജീവൻ്റെ തുടിപ്പ് മാത്രം സംഭവിക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെയൊക്കെ ഉമ്മ അല്ലെങ്കിൽ അമ്മമാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരിക്കലും തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടറുകയാണ്. ആ ഒരു സമയത്തുണ്ടല്ലോ അവരുടെ കരുതലുണ്ടല്ലോ, അതായത് ശരിക്കൊന്ന് കിടക്കാൻ പറ്റില്ല അവർക്ക്, ശരിക്കൊന്നും നടക്കാൻ പറ്റില്ല അവർക്ക്, ശരിക്കൊന്നും ഉറങ്ങാൻ പോലും അവർക്ക് കഴിയില്ല ആ ഉമ്മമാർക്ക് അല്ലെങ്കിൽ ആ അമ്മമാർക്ക്. അത്രത്തോളം പ്രയാസകരമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവരുടെ പ്രതീക്ഷ എന്താണെന്നറിയോ? അവരുടെ മക്കളാണ്. അത്രയും പ്രൊട്ടക്ഷനോടുകൂടെയാണ് അവർ നമ്മളെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കാണുന്നത്. അന്നേരം അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷ ആ പ്രതീക്ഷയേക്കാൾ വലുതാണ്. അവരുടെ കരുതലിനേക്കാൾ വലിയ കരുതലാണ് നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ, അവരുടെ പൊന്നുമോനായി നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ നമ്മുടെ സുഭദ്രമായ ഭാവിക്ക് വേണ്ടി, സുന്ദരമായ ഭാവിക്ക് വേണ്ടി അവരുടെ തീരുമാനങ്ങൾ, അവരുടെ കരുതലുകൾ അത് നമുക്ക് വേണ്ടി മാത്രമാണ്. സംഭവം ശരിയാണ്, മോള് പറഞ്ഞതുപോലെ തെറ്റിയിട്ടുണ്ട് ചില മാതാപിതാക്കൾക്ക്. 100ൽ 10% മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ മറ്റൊരാളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് ആ മക്കൾക്ക് നരകതുല്യമായ ജീവിതം സമ്മാനിച്ചുകൊണ്ടുള്ള പലരുമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ പല മാതാപിതാക്കൾക്കും തെറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട മോളെ, ബാക്കി 90% വരുന്ന മാതാപിതാക്കളും അവരുടെ മക്കൾ ഒരിക്കലും തകർന്നു പോകരുത്, തകരണം എന്ന ചിന്തയിലല്ല അവർ നിൽക്കുന്നത്. മറിച്ച് അവർക്ക് സുന്ദരമായ, വളരെ സന്തോഷകരമായ, വളരെ സുഭദ്രമായ ഭാവി മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. മോളിട്ടിരിക്കുന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ, മോളിപ്പോൾ നിൽക്കുന്ന ആ നൃത്തം, അതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ ഏതോ ചില സമയത്തുള്ള പ്രൊട്ടക്ഷനാണ് മോളെ. നമ്മളുടെ മാതാപിതാക്കളുടെ കരുതലിൻ്റെ ബാക്കി പത്രമാണ് ഇന്നും മോൾ അവിടെ നിന്നുകൊണ്ടുള്ള ആ നൃത്തവും സംസാരവും ആ സാമർഥ്യവും ആ അഭിപ്രായം പറയലും ആ ആരോഗ്യവുമെല്ലാം ഒക്കെ ആ മാതാപിതാക്കളുടെ ഏതോ ചില സമയത്തുള്ള കരുതലുകളാണ്.
അതുകൊണ്ട് നമുക്ക് വേണ്ടി എടുക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾ, അവരുടെ കരുതലുകൾ ഒരിക്കലും തന്നെ കൊച്ചായി കാണരുത്. നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സുന്ദരമായ സുഭദ്രമായ ഭാവിക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർത്തുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം.